വെൽക്കം ടു സ്പോർട്സ് ട്രാക്ക് ഓഫ് അവർ ചാനൽ റീഗ്രേസ് പ്ലീസ്. ഇന്ന് നമ്മൾ സഞ്ജുവിൻ്റെ ആദ്യ ODI അന്താരാഷ്ട്ര സെഞ്ചുറിയാണ് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക തേർഡ് ODI മാച്ചിൽ കണ്ടത്. തേർഡ് ODI സീരീസിൽ ഡിസൈഡർ ആയിരുന്നു ഇന്നത്തെ മാച്ച്. സഞ്ജു വളരെ മികച്ചൊരു ഇന്നിംഗ്സാണ് ഇന്ന് കാഴ്ചവെച്ചത്. ബാറ്റിംഗ് സ്ഥാനക്കയറ്റം കിട്ടി സഞ്ജു തൻ്റെ ഇഷ്ട നമ്പറായ 3 നമ്പറിലാണ് ഇന്ന് ബാറ്റ് ചെയ്തത്. സഞ്ജുവിൻ്റെ കരിയർ ബെസ്റ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ഹയസ്റ്റ് സ്കോറാണ് ഈ സെഞ്ചുറി. ഇതിനു മുൻപ് സഞ്ജുവിൻ്റെ ഹയസ്റ്റ് സ്കോർ 86 ആയിരുന്നു ODI മാച്ചസിൽ. സഞ്ജു ഈ സെഞ്ചുറിയുടെ പിന്നിട്ട അച്ചീവ്മെൻറ്റ്സ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. ഇനി മാച്ചസിലോട്ട് കടക്കുകയാണെങ്കിൽ ടോസ് നേടി സൗത്ത് ആഫ്രിക്ക ബോൾ ഓപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കുറച്ച് മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഇന്ന് പ്ലേയിങ് 11 ഇറക്കിയത്. കഴിഞ്ഞ മത്സരങ്ങൾ സ്ട്രഗിൾ ചെയ്ത ഓപ്പണർ ഗെയ്ക്വാദിന് പകരം രജത് പാട്ടിദാറാണ് ഇന്ന് സായ് സുദർശനൊപ്പം ഓപ്പൺ ചെയ്തത്. തുടക്കത്തിൽ തന്നെ ആക്രമിച്ച് കളിച്ച പാട്ടിദാർ 16 ബോളിൽ 22 റൺസ് സ്കോർ ചെയ്ത് പെട്ടെന്ന് ഔട്ടാവുന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ മത്സരങ്ങളിലെ താരം സായ് സുദർശൻ അമ്പയർ സ്കോറിൽ LBW ആവുന്നതാണ് നമ്മളിന്ന് കണ്ടത്. പിന്നീട് സഞ്ജു വളരെ പക്വതയാർന്ന ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത്. വളരെ ക്ഷമയോടെ നല്ല ബോളുകൾ നോക്കിയാണ് സഞ്ജു കളിച്ചത്. KL രാഹുലുമായി ഒരു 50+ റൺസ് സഞ്ജു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിരുന്നു. KL രാഹുൽ 21 റൺസ് എടുത്ത് പുറത്തായി. അഞ്ചാമനായി വന്ന തിലക് വർമ്മ റൺസ് എടുക്കാൻ പതറുന്നതാണ് ആദ്യം കണ്ടത്. ഒരു സമയത്ത് 25-ൽ താഴെയായിരുന്നു തിലകിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. തിലക് ഒരു സൈഡിൽ പതർന്നതും റൺസ് എടുക്കാൻ പാടുപെടുന്നതും സഞ്ജുവിന് നല്ല പ്രഷർ ഇന്നിംഗ്സിൻ്റെ ആദ്യത്തിൽ കൊടുത്തിരുന്നു. പതുക്കെ താളം കണ്ടെത്തിയ തിലക് 50 റൺസ് സ്കോർ ചെയ്തു. 100+ റൺസിൻ്റെ പാർട്ണർഷിപ്പ് സഞ്ജുമായി തിലക് സഖ്യം നേടിയിരുന്നു. വിക്കറ്റ് സൈഡിൽ പോകുമ്പോഴും സഞ്ജു പക്വതയോടെ ശ്രദ്ധയോടെ കളിച്ച് തൻ്റെ ആദ്യ അന്താരാഷ്ട്ര സെഞ്ചുറി നേടി. 110 ബോളിൽ നിന്നാണ് സഞ്ജു സെഞ്ചുറി തികച്ചത്. സഞ്ജു 114 ബോളിൽ 108 റൺസ് സ്കോർ ചെയ്ത് ഔട്ട് ആവുകയാണ് ചെയ്തത്. 6 4ഉം 3 6ഉം അടങ്ങിയതാണ് സഞ്ജുവിൻ്റെ ഇന്നിംഗ്സ്. ഉയർത്തിയടിക്കാൻ ശ്രമിച്ച സഞ്ജു ലിസാർഡ് വില്യംസിൻ്റെ ബോളിൽ ഹെൻഡ്രിക്സിന് ക്യാച്ച് നൽകിയാണ് മടങ്ങിയത്. ഈ സെഞ്ചുറി നേട്ടത്തിലൂടെ സഞ്ജു പിന്നിട്ട് നാഴികക്കല്ലുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിനായി സെഞ്ചുറി നേടുന്ന ആദ്യ കേരള താരമാണ് സഞ്ജു. അതുപോലെ മോസ്റ്റ് ODI 100s ബൈ ഇന്ത്യൻ ഇൻ സൗത്ത് ആഫ്രിക്കയിൽ നോക്കുകയാണെങ്കിൽ 3 സെഞ്ചുറി തികച്ച വിരാട് കോഹ്ലിക്ക് ശേഷം ഒരു സെഞ്ചുറിയുമായി നമ്മുടെ സഞ്ജു ഈ ലിസ്റ്റിലുണ്ട്. ബാക്കിയുള്ള താരങ്ങളെല്ലാം ക്രിക്കറ്റിലെ മഹാരഥന്മാരാണ്. ധവാൻ, രോഹിത്, സച്ചിൻ ടെണ്ടുൽക്കർ, ഗാംഗുലി, യൂസഫ് പത്താൻ, ഉർക്കേരി രമൻ മുതലായവരാണ് ആ ലെജൻഡ്സ്. അതുപോലെ മറ്റു എടുത്തു പറയത്തക്ക നേട്ടം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നമ്പർ 3 പൊസിഷനിൽ സാക്ഷാൽ ലെജൻഡ് വിരാട് കോഹ്ലിക്ക് ശേഷം സെഞ്ചുറി നേടുന്ന താരമായി നമ്മുടെ സഞ്ജുവും മാറി. സാക്ഷാൽ ക്രിക്കറ്റ് ലെജൻഡ് സുനിൽ ഗവാസ്കർ, ഗൗതം ഗംഭീർ മുതലായവർ സഞ്ജുവിന് ഇനി ഒരുപാട് അവസരങ്ങൾ നൽകണമെന്ന് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്ത്യയുടെ സ്കോർ കാർഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ 296-ന് 8 50 ഓവറിൽ സ്കോർ ചെയ്യുകയാണ് ചെയ്തത്. രജത് പാട്ടിദാർ 22 റൺസ് 16 ബോളിൽ സ്കോർ ചെയ്തു. 3 4ഉം 1 6ഉം അടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സ്. വളരെ ആക്രമിച്ച് കളിച്ച അദ്ദേഹം പെട്ടെന്ന് വിക്കറ്റ് പോകുന്നതാണ് നമ്മൾ കണ്ടത്. മുൻകളിയിലെ താരം സായ് സുദർശൻ അമ്പയർ സ്കോറിൽ LBW ആവുന്നതാണ് കണ്ടത്. 16 ബോളിൽ 10 റൺസ് സ്കോർ ചെയ്യുകയാണ് ചെയ്തത്. 1 4 അടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സ്. പിന്നീട് വന്ന് സഞ്ജു ആങ്കർ റോൾ കളിക്കുകയാണ് ചെയ്തത്. 114 ബോളിൽ 108 റൺസ് സ്കോർ ചെയ്യുകയാണ് സഞ്ജു ചെയ്തത്. ഇതിൽ 3 6ഉം 6 4ഉം അടങ്ങിയതാണ് സഞ്ജുവിൻ്റെ ഇന്നിംഗ്സ്. വളരെ ക്ഷമയോടെ പക്വതയോടെയാണ് സഞ്ജു കളിച്ചത്. ആക്രമിച്ച് കളിക്കാനുള്ള ശ്രമങ്ങളൊന്നും സഞ്ജുവിൻ്റെ ഇന്നിംഗ്സിൽ ആദ്യം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. വളരെ ശ്രദ്ധയോടെ സിംഗിൾസ് എല്ലാം എടുത്താണ് സഞ്ജു കളിച്ചത്. KL രാഹുലുമായി ഒരു 50+ റൺസ് പാർട്ണർഷിപ്പ് സഞ്ജു ബിൽഡ് ചെയ്തിരുന്നു. KL രാഹുൽ 35 ബോളിൽ 21 റൺസ് സ്കോർ ചെയ്യുകയാണ് ചെയ്തത്. 2 4s അടങ്ങിയതാണ് KL രാഹുലിൻ്റെ ഇന്നിംഗ്സ്. പിന്നീട് വന്ന് തിലക് വർമ്മ 77 ബോളിൽ 52 റൺസ് സ്കോർ ചെയ്യുകയാണ് ചെയ്തത്. അതിൽ 5 4ഉം 1 6ഉം അടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സ്. തുടക്കത്തിൽ തിലക് വർമ്മ റൺസ് എടുക്കാൻ പാടുപെടുന്നത് നമ്മൾ കണ്ടു. ഇത് സഞ്ജുവിന് നല്ലൊരു പ്രഷർ കൊടുത്തിരുന്നു. പതുക്കെ ഗിയർ ചേഞ്ച് തിലക് വർമ്മ 77 ബോളിൽ 52 റൺസ് സ്കോർ ചെയ്തു. പിന്നീട് റിങ്കു സിംഗ് ഒരു ക്യാമിയോ ഇന്നിംഗ്സാണ് കളിച്ചത്. അവസാന ഓവറിൽ ആളിക്കത്തിയ റിങ്കു സിംഗ് 27 ബോളിൽ 38 റൺസ് സ്കോർ ചെയ്ത് ബർഗറിന് വിക്കറ്റ് കൊടുക്കുകയാണ് കണ്ടത്. ഇതിൽ 2 6ഉം 3 4ഉം അടങ്ങിയതാണ് റിങ്കുവിൻ്റെ ഇന്നിംഗ്സ്. ആകെ ടോട്ടൽ ഇന്ത്യ 50 ഓവറിൽ 296 റൺസാണ് സ്കോർ ചെയ്തത് 8 വിക്കറ്റിന്. ഇനി സൗത്ത് ആഫ്രിക്ക ബോളിംഗ് കാർഡ് നോക്കുകയാണെങ്കിൽ 22 എക്സ്ട്രാസ് അവർ വഴങ്ങി. അവരുടെ ബോളേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്പിന്നേഴ്സായ കേശവ് മഹാരാജ്, മർക്രാം മികച്ച എക്കണോമിയിൽ ബോൾ ചെയ്യുന്നതാണ് കണ്ടത്. കേശവ് മഹാരാജ് 10 ഓവർ 2 മേഡിൽ 37 റൺസിന് 1 വിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. ബർഹർ 9 ഓവറിൽ 64 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ലിസാർഡ് വില്യംസാണ് സഞ്ജുവിൻ്റെ വിക്കറ്റ് എടുത്തത്. 10 ഓവറിൽ കുറച്ച് റൺസ് വഴങ്ങിയെങ്കിലും 71 റൺസ് വഴങ്ങിയെങ്കിലും സഞ്ജുവിൻ്റെ ക്രൂഷ്യൽ വിക്കറ്റ് ലിസാർഡ് വില്യംസാണ് അവസാന ഓവറിൽ എടുത്തത്. ഹെൻഡ്രിക്സ് 9 ഓവറിൽ 63 റൺസിന് 3 വിക്കറ്റ് എടുത്തു. മുൾഡർ 7 ഓവറിൽ 36 റൺസിന് 1 വിക്കറ്റ് എടുത്തു. അതുപോലെ ഇന്ത്യയുടെ പാർട്ണർഷിപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ സഞ്ജു രാഹുൽ സഖ്യത്തിൻ്റെ പാർട്ണർഷിപ്പും സഞ്ജു തിലക് വർമ്മയുടെ പാർട്ണർഷിപ്പും ഇന്ത്യൻ ഇന്നിംഗ്സിൽ വളരെ ക്രൂഷ്യലായിരുന്നെന്ന് നമുക്ക് നോക്കി കാണാൻ കഴിയും. ഇനി സഞ്ജുവിൻ്റെ ODI സ്റ്റാറ്റിസ്റ്റിക്സ് ഈ മാച്ചോടുകൂടി നോക്കുകയാണെങ്കിൽ 14 ഇന്നിംഗ്സിൽ നിന്ന് സഞ്ജു 510 റൺസ് 56.67 ആവറേജിൽ സ്കോർ ചെയ്തു. അതും സ്ട്രൈക്ക് റേറ്റ് നിയർലി 100 സ്ട്രൈക്ക് റേറ്റിൽ 99.61. ഇതിൽ 3 50സും ഇന്നത്തെ ഒരു സെഞ്ചുറിയും ഉൾപ്പെടുന്നതാണ്. ഇന്നത്തെ സെഞ്ചുറി ഇന്നിംഗ്സ് സഞ്ജുവിൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും എന്നതിൽ ഒരു സംശയവുമില്ല. കിട്ടിയ അവസരങ്ങളെല്ലാം സഞ്ജു ODIയിൽ മുൻപും നന്നായി വിനിയോഗിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പലപ്പോഴും സഞ്ജു തഴയപ്പെടുന്നത് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഈ സെഞ്ചുറി നേട്ടം സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ഇന്ത്യൻ ടീം നേടിയ സ്കോർ പ്രതിരോധിച്ച് ഇന്ത്യൻ ടീം വിജയിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു.